ശ്രീശുഖ ബ്രഹ്മർഷിയുടെ കഥ പറയാനാണ് നമ്മൾ തുടങ്ങിയത്, അല്ലേ? അപ്പോ ഘൃതാജി എന്ന അപ്സരസിനെ കണ്ട് അങ്ങനെ ഒരു സന്തതി ഉണ്ടാവണം എന്ന ആഗ്രഹവും കൂടി ഉണ്ടായതുകൊണ്ട് എന്തുപറ്റി? അരണി കടഞ്ഞതുകൊണ്ട് ആ അരണി കടയിൽ ജനിച്ച ആളാണ് ആര്? ശിശുക്കൾ. നമ്മളൊക്കെ മലം എന്ന് പറഞ്ഞാല് അഴുക്ക്. നമ്മൾ വന്നപ്പോ അഴുക്ക് വല്ലതും ഉണ്ടായിരുന്നോ? അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയാണ് മറ്റുള്ളവരുടെ കയ്യിലോട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് അവര് മേടിച്ചത്. ആ പരുവത്തിൽ കൊണ്ട് കൊടുത്ത് ആരെങ്കിലും മേടിക്കുവോ? എടുത്ത് അന്നേരം കാട്ടിക്കളയും, ഇല്ലേ? അത്രയ്ക്ക് നല്ല ഷേപ്പിൽ അങ്ങോട്ട് വരുന്നത്. അന്ന് പുറത്ത് മാത്രമേ അഴുക്കുണ്ടായിരുന്നുള്ളൂ. ഇന്നോ മൊത്തം അഴുക്ക. അകത്ത് വഴുക്ക, പുറത്ത് വഴുക്ക. പുറത്തെ അഴുക്ക് ചന്ദ്രികാസോപ്പിട്ട് കുളിച്ചാൽ പോകും. പക്ഷെ അകത്തെ അഴുക്ക് എരുമ ചെയ്താലും പോവാത്ത തരത്തിൽ ഇങ്ങനെ കെട്ടുപിടിച്ചുല്ലേ. അത് അഴുക്കൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? കളയാൻ നമ്മള് ശ്രമിക്കണം. അപ്പോ അങ്ങനെ ഒരു തരത്തിലും മലം പറ്റാതെ വന്ന ആളാണ് ശ്രീശുഖൻ. അതുകൊണ്ട് തന്നെ യാതൊരുവിധ തരത്തിലുള്ള ബന്ധങ്ങളും ഒന്നിനോടും ഉണ്ടായിരുന്നില്ല. ശരീരത്തിനോട് പോലും ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വസ്ത്രം പോലും ഉടുക്കാതെ നടന്ന ആളാണ് ആര്? ശ്രീശുഖൻ. നൂൽ ബന്ധമില്ലാതെ നടന്ന ആളാണ്. എന്താ കാരണം? നമ്മളൊക്കെ എന്തിനാ വസ്ത്രം ധരിക്കണേ? ഇപ്പൊ എന്തിനാ ഉടുക്കുന്നത് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞമ്മളൊന്ന് ഉടുക്കുന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ആകപ്പാടെ കാമിക്കും തുണിക്കാത്ത, അല്ലേ? നിങ്ങളുടെ കാര്യമല്ലേ? പണ്ടൊക്കെ കാശ് കൊടുത്ത് തുണി മേടിച്ച് തയ്ച്ചിടുമായിരുന്നു, അല്ലേ? കീറലൊക്കെ ഉണ്ടായി, തുളയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ തയ്ച്ചിടുമായിരുന്നു. ഇപ്പം കാശ് കൊടുത്തെന്തോ പഠിക്കും? തുള ഉള്ളത് മേടിച്ചിടും. അങ്ങനെ ഇപ്പം എന്തിനാ തുണി ഉടുക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇച്ചിരൊക്കെ ദേഹത്ത് വേണ്ടേ എന്ന് വിചാരിച്ച് കിട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ഓട്ടെ, സാധാരണ ജനങ്ങൾ എന്തിനാ തുണി ഉടുക്കണേ? നാണം പറയാം. ഈ നാണം ആർക്കാ? നാണം ശരീരത്തിനാണോ അതോ ആത്മാവിനാണോ? എന്റെ ചോദ്യം, നാണം എന്ന അവസ്ഥ ശരീരത്തിനാണോ ആത്മാവിനാണോ അല്ലെ ജീവനാണോ? ശരി, എപ്പോഴാണ് നമുക്ക് ഈ നാണം തോന്നുന്നേ? പ്രായമാകുമ്പോഴാണോ? നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണോ, സ്വപ്നം കാണുമ്പോഴാണോ, ഉറങ്ങുമ്പോഴാണോ? എപ്പോഴാണ് നമുക്ക് നാണം തോന്നുന്നത്? ഉണർന്നിരിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാര്യം? അത് തോന്നാൻ കാരണം നമ്മൾ ഈ ജഡമാണ് എന്നൊരു തോന്നലുകൊണ്ടാണ്. ഞാനെന്ന് പറയുന്ന സ്വരൂപം ഈ ജഡമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് നാണം തോന്നുന്നത്. എന്റെ ശരീരം മറച്ചു വെക്കേണ്ടത് എന്റെ ആവശ്യമാണ് എന്നൊരു തോന്നല്. പകലും അല്ലെങ്കിൽ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ നാണവും, ഇല്ലേ? ആണോ അല്ലയോ? അന്നേരം മാത്രമേ ഉള്ളൂ നമുക്ക്. നമ്മളൊരു തൊഴാനൊക്കെ നിന്നാൽ പോലും സാരിയുടെ തുമ്പം താഴ്പോയി ഉടനെ എന്ത് ചെയ്യും? പിടിച്ച് മുകളിലോട്ട് വെക്കും. അപ്പൊ നമ്മൾ തൊഴാൻ നിൽക്കുവാണോ അതോ അപ്പൊ നമ്മള് ഭഗവാനോട് മനസ്സുകൊണ്ട് ലയിച്ച് നിൽക്കുകയാണോ അതോ നമ്മുടെ സാരിയുടെ തുമ്പ് പോകുന്ന ആലോചിച്ചിരിക്കുകയാണ് നമ്മള് എന്ന് പറയും. നാളെ പോലെ തുമ്പ് പോയാൽ പിടിച്ച് വെക്കരുതെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. അപ്പൊ നമ്മളവിടെ എല്ലാം ഈ ശരീരബോധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് വസ്ത്രത്തിന് ഒരു സ്ഥാനചലനം ഉണ്ടായാൽ നമ്മള് ഉടനെ അത് പിടിച്ചു വെച്ച് മറ്റുള്ളവര് കാണും എന്നൊരു ധാരണയിൽ പിടിച്ചു വെക്കുന്നത്. രാത്രി ഉറങ്ങാറുണ്ടല്ലോ, അല്ലേ? ഉണ്ടോ? ഈ ഉറക്കത്തില് തുണി വല്ലതും പിടിച്ചു വെക്കാറുണ്ടോ?
ഇല്ല. തുണി ഉണ്ടോ ഇല്ലോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. അന്നേരം നമുക്ക് നാണം തോന്നാറുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ആ ശരീരത്തെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ നാണം, മാനം, വിശപ്പ്, ദാഹം, ക്ഷീണം, ഇതെല്ലാം അല്ലെങ്കിൽ വേദനകള് ഇത്യാദിയായിട്ടുള്ള വിഷയങ്ങളെല്ലാം എപ്പോഴേ ഉള്ളൂ? ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരു ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ. അപ്പോ ആ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ട് എന്ന് തോന്നും. പക്ഷെ സുഷുപ്തി അവസ്ഥയിൽ ഇതൊന്നും നമ്മളെ ബാധിക്കാറുമില്ല. അപ്പൊ അതിന് പറഞ്ഞതിന് കാരണം ഈ ശരീരം ഞാനാണ് എന്നൊരു അഹംബോധം നമുക്കൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലരോട് ചോദിക്കേണ്ടത്, ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോടാ? അല്ലേ അല്ലേ അവർക്ക് അറിയത്തില്ല ഞാൻ ആരാന്ന്. ഞാൻ ആരാന്ന് അവളെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാന്ന്. ഇത് ഞാൻ ആരാന്ന് അറിയാമോ നാട്ടുകാരോടല്ല ചോദിക്കണ്ടേ. ആരോടാ ചോദിക്കണ്ടേ? അവനവനോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്നും പറഞ്ഞ് ഇന്ന് പോയി കിടന്ന ഒച്ചത്തിൽ ഒന്നും ചോദിച്ചു കളയരുത്. വീട്ടുകാർ പറയുന്നത് ഇതുപോലെ കൂടുതൽ പോകുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പ്രഭാഷണം കേട്ടിട്ട് വന്നപ്പം തുടങ്ങിയതാ, നീ സൈക്കാട്രിയെ കൊണ്ട് കാണിച്ചാൽ നേരെ അവിടെ ചോദിക്കും. അതുകൊണ്ട് മനസ്സിലേ ചോദിക്കാവൂ ഞാൻ ആരാണ്. അല്ലേ പ്രശ്നം? നിങ്ങളൊരു സിനിമയ്ക്കകത്ത് കേട്ടില്ലേ മോഹൻലാൽ ചോദിക്കണത്? മോഹൻലാലിനോട് പപ്പു ചോദിക്കണില്ലേ, ഞാൻ ആരാ, നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക നീ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാന്നും നീ ആരാ. നല്ലൊരു വേദാന്തമാണ്. നമുക്ക് പപ്പു പറഞ്ഞത് കൊണ്ട് ചിരി വന്നതാ. പപ്പുവിന്റെ ശൈലി കൊണ്ട് നമുക്കത് ചിരി വന്നതാ. നീ ആരാന്ന് നിനക്കറിയില്ലെങ്കിൽ ആരോട് ചോദിക്കാൻ പറഞ്ഞേ? നീ എന്നോട് ചോദിക്കാൻ. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നീ ആരാന്നുള്ളത് നിനക്കറിയില്ലെങ്കിൽ നീ ആരാന്ന് അറിയാവുന്നവനോട് ചോദിക്കണം. അതായത് നിന്നെ അറിഞ്ഞവൻ, നീ എന്താണെന്ന് അറിഞ്ഞവനോട് ചോദിക്കണം. അതാർക്കേ അറിയുള്ളൂ? നല്ലൊരു ഗുരുവിനെ അറിയത്തുള്ളൂ. നല്ലൊരു ഗുരുവിന്റെ മുൻപിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നും എങ്ങനെയാണെന്നും എവിടെ നിന്നാണെന്നും കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പൊ നീ ആരാന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്നേക്കാൾ കൂടുതൽ അറിവെനിക്കൊണ്ട് നീ ആരാണെന്നുള്ളത് അറിഞ്ഞവനാണ് ഞാൻ. അപ്പൊ നീ എന്നോട് ചോദിക്കുമ്പോ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ ആരാന്നും ഞാൻ ആരാണ്. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപവും എന്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപവും ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമായിട്ടൊന്നല്ല എന്നൊരു ബോധത്തെ തൊന്ന് നശിക്കും. പക്ഷെ നമ്മളത് തപ്പു പറഞ്ഞുകൊണ്ട് തമാശയായിട്ട് എടുത്ത് കളഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ കഷ്ടപ്പെട്ടൊക്കെ ശബരിമല ചെന്ന് കഴിയുമ്പോൾ 18 പടിയും ചവിട്ടിയെങ്കിൽ ചവിട്ടി, തൊഴിച്ചെങ്കിൽ തൊഴിച്ചു കയറി വണ്ട കയറുമ്പോൾ എന്ത് എഴുതിയിട്ടുണ്ട്? തത്വമസിന്ന് എഴുതിയിട്ടില്ല. തത്വം അസി, അത് നീ തന്നെയാവുന്നു അല്ലേ? ആ ബോധത്തിലേക്ക് എത്താനാണ് നമ്മൾ മുദ്രയാണ്. അതുകൊണ്ട് ആ മുദ്ര അണിയുമ്പോൾ നമ്മളെ എന്ത് വിളിക്കും? സ്വാമി എന്ന് വിളിക്കും ഇല്ലേ? മോളി അവിടെ ചെന്ന് കഴിയുമ്പോഴും അവിടെ ഇരിക്കുന്ന ആളും ആരാ? സ്വാമിയാണ്. അപ്പോ ആ മുദ്ര അണിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഞാനും ഈശ്വരനും തമ്മിൽ യാതൊരു വിധമായ വ്യത്യാസവുമില്ല. അവിടെ ഇരിക്കുന്ന സ്വരൂപം തന്നെയാണ് ഞാനും എന്ന ബോധം. ഊരിക്കഴിയുമ്പോഴോ, ഈ മുദ്ര ഊരിക്കഴിയുമ്പോ പിന്നെ ആരാവും? മുദ്ര ഇട്ടപ്പ സ്വാമിയായിരുന്നു. ഊരിക്കഴിഞ്ഞപ്പോഴോ സ്വാമിയോ ഒക്കെ ആയി ഇല്ലേ? അങ്ങനെയാണ്. പക്ഷെ നമ്മളിൽ പോയ പോക്കി വല്ലതും നമ്മൾ ബോധിച്ചോ അവിടെ ഇരിക്കുന്ന ആള് തന്നെയാണ് ഞാനെന്ന്? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ പാടിപ്പോകും എന്തോ എന്ന് പറഞ്ഞാൽ അയ്യപ്പ തിന്തകത്വം ഇല്ലേ? കേട്ടിട്ടില്ലേ? അതൊന്നും നടിക്കക്കാര് അയ്യപ്പ തിന്തകത്വം. എന്നാ അങ്ങനെ അല്ല, അത് പാടിപ്പാടി അങ്ങനെ ആയി പോയതാ. ശ്രദ്ധിച്ചു കേട്ടോ. അയ്യപ്പൻ നിന്റെ അകത്ത് ഓം, സ്വാമി എന്റെ അകത്ത് ഓം. ഈ കറുത്ത് ശബ്ദിച്ചു എന്ന് പറഞ്ഞു പോയി കഴിയുമ്പോൾ എന്തായി പറഞ്ഞു? കാക്കയെ ശബ്ദിച്ചു എന്നാവും എന്ന് പറഞ്ഞ പോലെ പാടി വന്നപ്പോ തിരിയാതെ വന്നപ്പോ അയ്യപ്പൻ നിന്റെ അകത്തോ എന്ന് പറഞ്ഞാൽ പോയതാണ്.
അപ്പൊ അയ്യപ്പൻ നിന്റെ അകത്തോ ഓംകാര പൊരുളായിട്ട് നിന്റെ ഉള്ളിൽ ആര് നിൽപ്പുണ്ട്? അയ്യപ്പൻ നിൽപ്പുണ്ട്. അതുപോലെ ആരുടെ ഉള്ളിലുണ്ട്? അയ്യപ്പൻ എന്റെ അകത്തും ഓം. അപ്പൊ രണ്ടും ഓംകാര പൊരുൾ. അതുകൊണ്ട് തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണെന്നൊരു ബോധത്തെ അവിടെ. അതുകൊണ്ടാണ് മുദ്ര കഴിഞ്ഞവർ പരസ്പരം സംബോധന സ്വാമി എന്ന് ചെയ്യുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ചൈതന്യം തന്നെയാണ്, ഒരേ സ്വരൂപം തന്നെയാണ് എന്നുള്ള ആ ബോധത്തെ തരുന്ന. ആരെങ്കിലും പോയി അവിടെ ചെന്നൊരു കുപ്പി വെള്ളം എടുത്തോണ്ട് തരാവോ? അത് വേണ്ട. ഓഫീസിന്റെ എവിടെ പോണം? ഓഫീസിന്റെ എവിടെ പോണം? അല്ല, വെളിയിൽ ഓഫീസിന്റെ എവിടെ പോണം? അത് ഫ്ലാസ്ക് അതിനകത്ത് വേണ്ട. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധത്തെ ഉള്ളിൽ ഉറപ്പിക്കുക. അപ്പോ ഈ പറയുന്ന നാണവും മാനവും എല്ലാം വിശപ്പും ദാഹവും എല്ലാം ഈ ഉണർന്നിരിക്കുമ്പോൾ ശരീരം ഞാനാന്നുള്ള ഒരു ബോധം ഉണ്ടാവാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ബോധം ആർക്കില്ലായിരുന്നു? ശ്രീശുക ബ്രഹ്മർഷിക്കാനാണ്. കാരണം എന്താ? അഗ്നിയിൽ സ്ഫുടം ചെയ്തു വന്നതാണ്. അഗ്നിയിൽ സ്ഫുടം ചെയ്തു വന്ന എന്താ ഗുണം? പരിപൂർണമായ ശുദ്ധി കൈവരോടെ. അതുകൊണ്ടാണ് സ്വർണ്ണമൊക്കെ ആഭരണങ്ങളൊക്കെ പണിയുമ്പോൾ എന്തിലും ഉരുക്കാം? അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തിട്ടാണ് അതിനെ ആഭരണങ്ങളാക്കി മാറ്റുക. അപ്പൊ അതിനകത്ത് വേറെ മാലിന്യമൊന്നും, അഗ്നിയിൽ സ്ഫുടം ചെയ്തു വന്നാൽ വേറെ മാലിന്യമൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അഗ്നിശുദ്ധി വരുത്തുക. സീതാദേവിയെയും ശ്രീരാമചന്ദ്ര പ്രഭു അഗ്നിശുദ്ധി വരുത്തിയതിന്റെ കാരണം പരിപൂർണമായിട്ടും എല്ലാ അഴുക്കുകളും ഇല്ലാതെയായിക്കൊണ്ട് പരിപൂർണ ശുദ്ധിയിലേക്ക് വരിക. അതാണ് അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയുന്നത്. അങ്ങനെ അഗ്നി ശുദ്ധമാകുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും എന്ത് ചെയ്യണത്? അഗ്നിയെ സാക്ഷിയാക്കാൻ കാരണം. സ്വയം പഞ്ചഭൂതങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ്? അഗ്നിയ. എന്തുകൊണ്ടാണ്? മറ്റു ഭൂതങ്ങളെല്ലാം സ്വയം അശുദ്ധമാകും. പക്ഷെ അഗ്നി എന്ത് ചെയ്യില്ല? സ്വയം അശുദ്ധമാകത്തുമില്ല, മറ്റുള്ളതിനെ ശുദ്ധമാക്കുകയും ചെയ്യും. സ്വയം അശുദ്ധമാവാതെ മറ്റുള്ളതിനെ ശുദ്ധമാക്കുന്നതാണ് അഗ്നി. അതുകൊണ്ട് അഗ്നി എപ്പോഴും ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് ആ സർവകർമ്മങ്ങൾക്കും നമ്മുടെ സംസ്കാര പ്രകാരം അഗ്നി സാക്ഷിയായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ കാര്യം. അപ്പൊ അങ്ങനെ അഗ്നിശുദ്ധി വന്നവനായതുകൊണ്ട് ജഡബോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാണമോ മാനമോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും ആരെ ബാധിച്ചില്ല? ശ്രീശുകനെ ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ശ്രീശുകന് മറ്റുള്ള ഭൗതികമായ ചിന്തകളൊന്നും ഉണ്ടായില്ല. പക്ഷെ പിതാവായ വ്യാസർഷി പറഞ്ഞു, പുത്ര നീ പോയി വിവാഹം കഴിക്കണം. ജനിച്ചിട്ട് ജീവിതമൊക്കെ ആരംഭിച്ചു കഴിയുമ്പം ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു ഗാർഹസ്ഥ്യ ധർമ്മത്തിലേക്ക് കടക്കണം. ആ ഗാർഹസ്ഥ്യ ധർമ്മത്തിലേക്ക് കിടക്കണം. എന്തിനാ? അടുത്ത ധർമ്മത്തിലേക്ക് പോകണം. ജന്മങ്ങൾ കടന്നു വേണം ഈ ജന്മം പൂർണ്ണമായിട്ട് തീരാൻ. അപ്പൊ അതുകൊണ്ട് ആ ബ്രഹ്മചര്യം കഴിഞ്ഞപ്പോ ഗാർഹസ്ഥ്യ ധർമ്മം അനുഷ്ഠിക്കണം. കാരണം ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം സന്യാസ ആശ്രമമാണെന്ന് പറയുമെങ്കിലും ഈ ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയും മൂന്നും ആശ്രയിക്കുന്നത് ഗൃഹസ്ഥനെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിലനിൽപ്പ് ഒരു പരിധി വരെ ഗൃഹസ്ഥനെ ആശ്രയിച്ചു. പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഗൃഹസ്ഥനെ ആശ്രയിച്ചു. കാരണം ഇതൊക്കെ ഗൃഹസ്ഥന്റെ കൈകളിൽ കൂടിയാണ് ഇതിന്റെ എല്ലാം യാത്ര. ബ്രഹ്മചാരിക്ക് വേണ്ടത് കൊടുക്കുന്നതും വാനപ്രസ്ഥന് വേണ്ടത് കൊടുക്കുന്നതും സന്യാസിക്ക് വേണ്ടത് കൊടുക്കുന്നതും ഈ ഗൃഹസ്ഥനാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയും. പക്ഷെ അതിനെ അനുഷ്ഠിക്കേണ്ട രീതിയിൽ അനുഷ്ഠിക്കുമ്പോഴാണ് അത് ശ്രേഷ്ഠതമമാവുക. വെറുതെ കല്യാണം കഴിച്ചു ഒരു 3-4 മക്കളെ സൃഷ്ടിച്ചു, എന്നിട്ട് കുറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് പോകുന്നതല്ല ഒരു ഗൃഹസ്ഥ ആശ്രമം എന്ന് പറയുന്നത്. ആ ഗൃഹസ്ഥാശ്രമത്തിൻ്റെതായ ധർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വേണം ഒരു ഗൃഹസ്ഥൻ ജീവിക്കാൻ. സർവവിധമായിരിക്കുന്ന ചരാചരങ്ങളെയും സംരക്ഷിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ളതിനെ നൽകാനും തയ്യാറാവണം ഗൃഹസ്ഥൻ. വിഷ്ണുബുദ്ധിയ ദാനത്തെ ചെയ്യാൻ തയ്യാറാവണം ആര്? ഗൃഹസ്ഥൻ. ഈശ്വരീയമായ കർമ്മങ്ങളിൽ പൂർണ്ണമായ താല്പര്യത്തോടുകൂടി പങ്കാളിയാവേണ്ടതാണ് ആര്? ഗൃഹസ്ഥൻ.
ഇത്യാദി. അതോടൊപ്പം തന്റെ കൂടെ വരുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ കൂടെ നിന്നുകൊണ്ട് ആയുസ് ഉള്ളിടത്തോളം കാലം കൂടെ നിന്നുകൊണ്ട് എല്ലാവിധത്തിലും വേണ്ടതായ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ ഗൃഹസ്ഥാശ്രമത്തിനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു ജീവിതത്തെ ധന്യമാക്കി എടുക്കുക. അതോടൊപ്പം സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള, കുടുംബത്തിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള സന്തതികളെ സൃഷ്ടിക്കുക എന്നതും ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. വെറുതെ സൃഷ്ടിച്ചാൽ പോരാ. എങ്ങനെയുള്ളതായിരിക്കണം? ഞാൻ എന്തൊക്കെ പറഞ്ഞേ? എങ്ങനെയുള്ളതായിരിക്കണം എന്നാ പറഞ്ഞേ? ആ കുടുംബത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന വിധത്തിലുള്ള സന്തതികളെ വളർത്തിയെടുക്കണം. എന്നല്ല നമ്മൾ പറഞ്ഞു. നമ്മുടേതൊക്കെ ഏത് സൈസാണ്? അല്ലേ? അപ്പോ അതുകൊണ്ട് ഇത് ഗാർഹസ്ഥ്യധർമ്മത്തിന്റെ അവസ്ഥയാണ്. പക്ഷേ ജ്ഞാനിയായ ഒരുവൻ ഒരിക്കലും ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. എന്തുകൊണ്ട്? ഈ ഗൃഹസ്ഥാശ്രമം എന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ അത്യന്തം ദുർഘടമായ ഒന്ന്. അതിനകത്ത് ചെന്നുപെട്ടാൽ കരകയറുക അത്ര എളുപ്പമല്ല. ഈ എന്താ പറയാ, തൊടിയില്ലാത്ത കിണറിനകത്ത് വീഴുന്നത് പോലെ. പിന്നെ കയറി വരണേ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? എല്ലാത്തിനോടും മമത്വം എന്ന് ഉള്ളത് കൊണ്ട്. ചൂടുവെള്ളമാണ്. എനിക്ക് 2 കുപ്പി വെള്ളം ചെന്നാൽ മതിയായിരുന്നു. ആ പോട്ടെ, ഒരു ഗ്ലാസ് കൂടെ താങ്ങി. ഇതിനകത്ത് ചില പച്ചവെള്ളം കൈ നനയ്ക്കാൻ അത് വെച്ചിരിക്കുക. അപ്പോ ആ ഗാർഹസ്ഥ്യധർമ്മത്തിൽ വീണുപോയാല് അവിടുന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ വ്യാസർഷി പറഞ്ഞു, പുത്ര അങ്ങനെയല്ല, വിവാഹം കഴിക്കണം. അപ്പൊ ശ്രീശുഖ ബ്രഹ്മർഷി ചില ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. യോനിയിൽ നിന്ന് ജനിക്കാത്ത ഞാൻ എന്തിനാ യോനിജയായ ഒരു സ്ത്രീയെ എന്റെ കൂടെ ചേർക്കണത്? അല്ലെങ്കിൽ സ്ത്രീകള് കള്ളന്മാരെ പോലെയാണ്. ഞാൻ പറഞ്ഞ അല്ല കേട്ടോ, എന്നെ തല്ലിക്കൊല്ലാണെന്ന് പറയരുത്. സ്ത്രീകളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന. എന്താ? അവര് 2 തരത്തിൽ മോഷണം നടത്തുവെന്ന. ഒന്ന്, ധനം അടിച്ചു മാറ്റി. ഓരോരുത്തർ സ്വയം ചിന്തിച്ചിരിക്കുന്നുണ്ട്, എത്രമാത്രം ഞങ്ങൾ അടിച്ചു മാറ്റിയതെന്നാണ് കൃഷ്ണോ ചെയ്ത പണിയൊക്കെ ഇപ്പോഴാലോചിക്കുന്നത്. ധനവും മറ്റുള്ളതൊക്കെ അവരടിച്ചു മാറ്റും. സ്നേഹം നടിച്ചിട്ട്. പിന്നെയോ ശൃംഗാരഭാവങ്ങൾ കൊണ്ട് വീര്യവും അടിച്ചു മാറ്റും. ഇത് രണ്ടും ഇവരടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കണമെന്നൊന്നും ഇല്ലാന്നാണ്. അതുകൊണ്ട് നാരിയെയും നരിയെയും രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയണത്. ഞാൻ പറയണതല്ലേ, ഉർവശി പറഞ്ഞു കൊടുക്കും നാരദ മഹർഷിക്ക് ശിവപുരാണത്തില് സ്ത്രീകളുടെ യഥാർത്ഥ സ്വഭാവം. അവിടെയും പറയും, ശാഖാമൃഗങ്ങളെയും സ്ത്രീകളെയും വിശ്വസിച്ചുകൂടാ എന്ന് ഒരു സ്ത്രീ തന്നെ പറഞ്ഞു കൊടുക്കും. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരെല്ലാം പറയണത് അങ്ങനെയാണ്. കാരണം സ്ത്രീയെ മനസ്സിലാക്കാൻ അത്ര എളുപ്പം ഒരാൾക്ക് സാധിക്കില്ല. സ്ത്രീയുടെ മനസ്സിനെ അറിയണമെങ്കിൽ ജന്മജന്മാന്തരങ്ങൾ വേണ്ടി വരുമെന്ന് അറിയാം. അത്രമാത്രം രഹസ്യങ്ങളുടെ ഉറവിടമാണ് സ്ത്രീകളുടെ. പക്ഷെ ഒരു സ്ത്രീ വിചാരിച്ച ഒറ്റ ദിവസം കൊണ്ട് പുരുഷന്റെ മനസ്സ് അല്ലേ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്ത്രീയെ അറിയണമെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ ആകെപ്പാടെ ഒരു കുഴപ്പം പറ്റിയത് എന്താന്ന് ചോദിച്ചാല്, ധർമ്മപുത്രര് കുന്തി ദേവിയെ ശവിച്ചതോടുകൂടിയാണ് ചെറിയൊരു മാറ്റം ഉണ്ടായത്. എന്താ? കർണൻ തന്റെ പുത്രനാണെന്നുള്ളവർ ആര് പറഞ്ഞില്ല? കുന്തി ദേവി പറഞ്ഞില്ല. മഹാഭാരത യുദ്ധം എന്താ ഇത്രയും കഠോര ഹൃദയായിരുന്ന ഒരു സ്ത്രീ. അതുകൊണ്ട് ഇനി മുതൽ ഒരു രഹസ്യവും അധികകാലം ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒളിച്ചു വെക്കാൻ കഴിയാതെ പോവട്ടെ
എന്നൊരു ശാപം കൊടുക്കും. അതുകൊണ്ടാ വല്ലപ്പോഴെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് അത്ര ഉത്തമമല്ല എന്നാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ ഒരു. തന്നെയില്ല, ഇതെല്ലാം നമ്മുടെയൊക്കെ ധാരണ എന്തായിരുന്നു? അല്ല, കുഞ്ഞായിരിക്കുന്ന കാലത്ത് അച്ഛന്റെ അമ്മയുടെ തല്ലി മേടിക്കുമ്പോൾ നമ്മുടെ പരിപാടി എന്തായിരുന്നു? എന്റെ ഭഗവാനെ എങ്ങനെങ്കിലും ഒന്ന് വളർന്നാൽ മതിയായിരുന്നു അല്ലേ, ഈ തല്ലിൽ നിന്ന് ഒഴിവാകാമായിരുന്നു എന്നായിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോ എന്തോ തോന്നി? വളരണ്ടായിരുന്നു, ആ കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. 10 തല്ല് കൊണ്ടാലും കുഴപ്പമില്ല, ഇത്രയും തലവേദന ഇല്ലായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ധരിച്ചു? കല്യാണം കഴിച്ച സ്വർഗമാ, സൽമാൻ ഖാനെ പോലുള്ള ഭർത്താവിനെയും കിട്ടും അല്ലേ എന്നൊക്കെ ധരിച്ച കല്യാണത്തിന് തയ്യാറാണ്. കിട്ടിയപ്പോഴോ ഒരു തരത്തിലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. കാരണം ഇതിനകത്ത് പെട്ടുപോയാൽ നമുക്കിനി ഒന്നും പറ്റും. എന്തെന്ന് വെച്ചാൽ എത്ര ദുഷിച്ച മക്കളാണെങ്കിലും ശരി, അമ്മയ്ക്ക് എപ്പോഴും ആരോടൊരു മമത്വമുണ്ട്? മക്കളോട് മമത്വമുണ്ട് ഇല്ലേ? ആ മമത്വം അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകണമെന്നല്ല. ഏറ്റവും കൂടുതൽ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ അധപ്പതിച്ചു പോകുന്നത് സ്ത്രീകളാണ്. കാരണം ഈ കെട്ടുപാടുകളിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് അത്ര പെട്ടെന്നൊന്നും സാധ്യമാവില്ല. പിന്നെ ചില ചേട്ടന്മാരുണ്ട്, പെൺമക്കളെ 2-3 കൊണ്ട് കെട്ടിക്കാൻ പരുവാകുമ്പോൾ തുടങ്ങും. എന്താണെന്ന് അറിയത്തില്ല, കുറെ കാലമായി ഗുരുവായൂരപ്പനെ അങ്ങ് സ്വപ്നം കാണുമോ എന്നും പറഞ്ഞൊരു പോക്ക് പോകും. എന്തിനാ? പെൺപിള്ളേരെ കെട്ടിച്ചു വിടാൻ വയ്യ, അതിനാ ഭാര്യയുടെ തലയെ വെച്ചു കൊടുത്തിട്ട് മുങ്ങുന്ന ഒരു പോക്കും പോയിട്ട് പിന്നെ കുറെ കാലം പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് എല്ലാ ഉത്തരവാദിത്വം തീർന്നു കഴിയുമ്പോൾ തലേ 4 മുരുങ്ങിക്കായി കഴിഞ്ഞ് വരും. ഇപ്പോഴാണ് ഈ ഗുരുവായൂരപ്പൻ എന്നെ വിട്ടത്. ഓലക്കെടുത്ത് അവന് തലതല്ലി പൊടിച്ചു കളയണം. അവനെയൊന്നും വെച്ചേക്കരുത് ഭൂമിയിൽ. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിക്കാതെ ഏതവൻ എവിടെ പോയി സന്യാസം സ്വീകരിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു പുത്രൻ എന്നുള്ള നിലയ്ക്ക് ഏത് വിധത്തിലുള്ള ധർമ്മമുണ്ടോ ആ ധർമ്മങ്ങളെ പൂർത്തീകരിക്കാതെ പോയിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പോയിട്ടില്ലേ? ഉണ്ട്. ശ്രീബുദ്ധനൊക്കെ അങ്ങനെ പോയ ആളല്ലേ? കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടായി എപ്പോഴും അത് ഒരു തരത്തിൽ കർമ്മഫലം എന്ന അവസ്ഥയിലേക്ക് എത്താം. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പോകുന്ന കൂടായ്പ എന്താ ഞാൻ പറയും. അതുകൊണ്ടല്ലേ പല സ്വാമിമാരെയും നമുക്ക് നോക്കിയാൽ കാണാം. എന്താ ഇല്ലേ, ഓരോരുത്തര സ്വഭാവം കണ്ടുകൂടെ നമുക്ക് കാണുന്നില്ലേ? അതുകൊണ്ടാ അത്രയ്ക്ക് നല്ല സൽസ്വഭാവി ആ സന്യാസി. ഇപ്പോഴത്തെ സ്വാമിമാരൊക്കെ നല്ലൊരു ശതമാനം. അപ്പൊ അതുകൊണ്ട് എന്നെയും വിശ്വസിച്ചു കളയല്ലേ. ഈ വേഷഭൂഷാദികളൊന്നും കണ്ടിട്ട് ഗുരുവാന്നും പറഞ്ഞു പോയി കമന്ന് വീണേക്കരുത് കേട്ടോ. അവസാനം പുറത്തുനിന്ന് മാറ്റാൻ വയ്യാത്ത വലിയ കുരുവായിട്ട് മാറും. ഊരിയെടുക്കാൻ വലിയ പ്രയാസമാവും. അതുകൊണ്ട് ഈ താടി, മുടി, മാലയും കുറിയൊക്കെ കണ്ടിട്ട് പോയി ഗുരുവാ എന്നും പറഞ്ഞൊന്നും കമന്ന് വീണരുത്. വീണാ പോയി. ഞാൻ സത്യമാണ് പറയണത്. ഇപ്പൊ ഞാനിവിടെ മുട്ടയൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഷേവും ചെയ്ത് ഒന്നും ഇല്ലാതൊരു മുണ്ട് കൊടുത്തോണ്ട് ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾ എന്താ പറയും? എങ്ങനെയുണ്ടടി ആചാര്യനെ കാണാൻ? ഒരു ലുക്കില്ലടി എന്ന് പറയും. ഇതൊക്കെ വന്നിട്ട് ലുക്കിന് വേണ്ടിയിട്ടല്ല, ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചിലര് ചോദിക്കും എന്തിനാ സ്വാമി ഈ മുടിയെ കത്തുന്നത്? ഞാൻ പറയും തലയ്ക്കകത്തോ ഒന്നുമില്ല, അപ്പൊ പുറത്തെങ്കിലും എന്തെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളർത്തുന്നതാണെന്നാ പറയാ. മനസ്സിലായില്ലേ? നമുക്ക് എന്താ വെച്ചാ രസം എന്താ വെച്ചാ, എന്റെ മുത്തശ്ശി മരിച്ചിട്ട് അതിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്റെ തലയെല്ലാം മുട്ടയടിച്ച് എല്ലാം ഇതായിട്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുടി പതുക്കെ കിളിർത്തു വരുന്നതേ ഉള്ളൂ. 4 കൂട്ടര് കമ്മിറ്റിക്കാർ വന്ന് എന്നെ കണ്ടിട്ട് കാണാൻ ലുക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. നമുക്ക് ഈ ലുക്കാണ് പ്രധാനം, അല്ലാതെ അവൻ എന്താ ചെയ്യണത്, അവൻ എന്താ പറഞ്ഞു കൊടുക്കണതെന്നല്ല. ആചാര്യനെ കാണാൻ എന്തോ വേണം? ഒരു ലുക്ക്. അത് ഒരു ഘടകമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ലുക്കിലല്ല കാര്യം, വർക്കിലാ കാര്യം എന്ന് പറഞ്ഞതുപോലെ അല്ലാത്ത വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രാധാന്യം അർഹിക്കുന്നതൊന്നും അല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാലേ നമുക്കങ്ങോട്ട് ബോധിക്കും. അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ഒന്നും ഭക്തിയുടെ ഒന്നും ഘടകമല്ല. കുറി കൂടിയത് കൊണ്ട് ഭക്തി കൂടുകയൊന്നുമില്ല. ഉണ്ടോ? അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെയൊക്കെ നെറ്റിക്ക് എത്ര കുറിയുണ്ട്? ഈ ഗണപതി ഹോമത്തിന്റെ കുറി താഴെ,
വീട്ടിൽ നിന്ന് തൊട്ടുകൊണ്ടിരുന്ന ഏറ്റവും താഴെ അതിന്റെ മുകളിൽ ഗണപതി ഹോമത്തിന്റെ കുറി, അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നാഗരാജാവിന്റെ മഞ്ഞൾ അതിന്റെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങളിലൊന്നും പെട്ടുപോകരുത്. പെട്ടുപോയാൽ പോയതാ, പിന്നെ അവിടുന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അപ്പോ ഇവിടെ ജീവിതത്തിലും അത് തന്നെ, നമ്മൾ ഗാർഹസ്ഥ്യധർമ്മത്തിലേക്ക് കടന്നാല് അതിനോട് ഒട്ടലുണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പറഞ്ഞു, ആ ഒരു ഉദ്ദേശം തൽക്കാലം തനിക്കില്ല. കാരണം ഒരു തരത്തിലും ഈ ന്യായിയായ ഒരുവൻ ഗാർഹസ്ഥ്യധർമ്മത്തിനെ ആഗ്രഹിക്കില്ല. ഈ പ്രാപഞ്ചിക ബുദ്ധി ഉള്ളവരാണ് എന്ത് ചെയ്യുക, ഈ ഗൃഹസ്ഥാശ്രമത്തോടുമൊക്കെ ആസക്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് പിതാവ് എന്നെ അതിനെ നിർബന്ധിക്കുക. തന്നെയല്ല, അങ്ങ് വേദം പകുത്ത ആളാണ്, വേദം പഠിച്ച ആളാണ്. എന്നിട്ടും അന്ന് ഇങ്ങനെ വിട്ടുപോയെങ്കിൽ, ഹേ മായാദേവി, അവിടുത്തെ പ്രാഗൽഭ്യം വളരെ വലുത് തന്നെ, പറയാതിരിക്കാൻ നിങ്ങൾക്ക്. കാരണം മായയിൽ പെടുമ്പോഴാണ് ഇതൊക്കെ വേണം എന്ന് തോന്നുന്നത്. ഈ മായ എന്ന് പറയുന്ന സാധനം നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് മുക്തമാവുക എളുപ്പമല്ല. മായ അങ്ങനെ ഇങ്ങനെ വിട്ടുപോകില്ല. അതുകൊണ്ട് ആ ഭഗവാൻ പറയണ്ട, എന്റെ മായയെ ജയിക്കുക അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. മമ മായ ദുരത്യാന്ന് പറയുന്നുണ്ട്. എന്റെ മായയെ ജയിക്കുക അത്ര എളുപ്പമല്ല. കാരണം അതിനകത്ത് വീണ് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നിപ്പോകുന്നതാണ്. ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടും വാക്കുകളുടെ സൗന്ദര്യം കണ്ടും ഒക്കെ പലതിലും നമ്മൾ പെട്ടുപോകും. പക്ഷെ യഥാർത്ഥ സൗന്ദര്യം അതായിട്ടുള്ളതെല്ലാം നല്ലതാവണം നിർബന്ധമൊന്നും ഇല്ല. അതുകൊണ്ട് മായയിൽ പെട്ടുപോകുന്ന ഒരുവനെ മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവൂ. അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞു, പുത്ര, ഒരു മനുഷ്യജന്മം കിട്ടിയാല് ഈ 4 ആശ്രമങ്ങളെ കടന്നു വേണം പോവാൻ. അല്ലാതെ പോയാൽ എന്താ കുഴപ്പം? പെട്ടെന്ന് ഡയറക്റ്റ് സന്യാസിയായിട്ട് പോയാൽ അധപ്പതനം ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ ചെയ്യാതെ സന്യാസം എടുത്താലുള്ള കുഴപ്പം അധപ്പതിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്തുകൊണ്ട് എന്താ കുഴപ്പം? സമൂഹം തെറ്റിദ്ധരിക്കപ്പെടും, സന്യാസിമാരെല്ലാം ഇങ്ങനെയാണ്. അപ്പൊ ആ സന്യാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാം സംത്യജിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെക്കുന്നവനാണ് സന്യാസി. തനിക്കായിട്ടൊന്നും സമ്പാദിക്കാത്ത ഒരാളാണ് സന്യാസി എന്ന് പറയുന്നത്. അതെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. തന്റെ ജീവിതമേ ലോക നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. അതുകൊണ്ട് സമ്യക്കായിട്ട് ന്യസിക്കുക എന്നാണ്. ആ പരബ്രഹ്മ സ്വരൂപമായിട്ട് ഉള്ളിൽ കണ്ടുകൊണ്ട് അതിനെ അതുപോലെ കണ്ട് അതിനോട് പെരുമാറിക്കൊണ്ട് ഒന്നും തനിക്കായി സമ്പാദിച്ചു വെക്കാതെയുള്ള ജീവിതം, ലോക നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നവനാണ് സന്യാസി. പിന്നെ ഇന്ന് ആശ്രമങ്ങളൊക്കെ ഉണ്ട്. ആ ആശ്രമങ്ങളിലേക്ക് ആവശ്യകത എന്താ? ആ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സങ്കേതം എന്താ? സന്യാസിക്ക് ഒരിക്കലും സ്വന്തമായിട്ടൊന്നും ഇല്ല. സ്വാമിജി പറയാറുണ്ടായിരുന്നു, എനിക്കിതൊന്നും വേണ്ടടേ, നിനക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടതാ, വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോണം. കാരണം തിരുവനന്തപുരം ചെങ്കോട്ടുകുളം ആശ്രമത്തിലെ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സത്രിപാദങ്ങൾ ഒരു അപ്പോ അതിന്റെ പണി നടക്കുന്ന സമയത്താണ് ഞാൻ എന്തായാലും ഇട്ടു തന്നു, ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോളാം, നിനക്കൊക്കെ വേണ്ടിയായി, എനിക്കതൊന്നും വേണ്ട, ഈ ഭാണ്ഡക്കെട്ടിട്ടേച്ച് ഞാൻ എന്റെ വാട്ടിന് പോകുമെന്ന് പറയാനുണ്ടായിരുന്നു. സ്വാമിജി അത് മുൻകൂട്ടി കണ്ടിരുന്നു. അത്ര മഹത്തരമായ ഒരു യാഗം ചെയ്തതിന്റെ ഫലപ്രാപ്തിയാണ് ആ ശരീരത്തെ വേഗം ഉപേക്ഷിക്കാൻ വേണ്ടി വന്നത് എന്നാണ് അറിവ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും സമ്പാദിച്ചു വെക്കാറില്ല. അതാണ് സന്യാസത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടാനുസരണത്തിന് വേണ്ടിയിട്ടൊന്നും ധനമോ ഒന്നും സമ്പാദിക്കും. ഇപ്പൊ പിന്നെ മിക്കവാറുള്ള സ്വാമിമാരെല്ലാം അക്കൗണ്ടിൽ നോക്കിയാൽ ലക്ഷങ്ങളും കോടികളും കാണും. അങ്ങനെ അപ്പോഴത്തെ സ്വാമിമാരൊക്കെ, ഞാൻ സത്യം തുറന്നു പറയാം, ആധ്യാത്മികം എന്ന് പറയുന്നത് ഭംഗിയായ രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സങ്കേതമാണ് ഈ ആധ്യാത്മികം എന്ന് പറയുന്നത്. അതിൽ കൂടി ഉണ്ടാക്കാൻ അറിയാവുന്നവന് കോടികൾ ഉണ്ടാക്കാൻ സാധ്യമാവും. അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട്, അത് പല വിധത്തിലും. അപ്പോ എന്നിട്ട് വിളിക്കുന്നത് സ്വാമി ഗുരു എന്നൊക്കെയാണ്. ഈ ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഒരു ഗുരുസങ്കല്പത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുക എന്നുള്ളത് വേറൊരു സത്യം. അപ്പൊ എന്തായാലും ഇവിടെ അതുകൊണ്ട് ആ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിച്ച് വാനപ്രസ്ഥനമായതിനു ശേഷം വേണം സന്യാസം മുമുക്ഷുവായിട്ട് പോവാൻ എന്നും പതിക്കുന്നു. ഇനി നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജനക മഹാരാജാവിനെ പോയി കാണാനാ പറയും. വിദേഹ രാജ്യത്ത് ജനക മഹാരാജാവിനെ പോയി കാണാൻ പറയണം. അങ്ങനെ സംശയം തീർക്കാനായിട്ട് ജനക മഹാരാജാവ് അങ്ങനെ അവിടെ ചെന്ന
കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഭടന്മാര് തടഞ്ഞിട്ട് ചോദിക്കും, ആരാ, എവിടുന്ന, എന്തിനാന്ന് ചോദിക്കും. എന്റെ അച്ഛന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചത് അത് വിഡിതമായി തോന്നുന്നു. കാരണം വന്നുപെട്ട ഉചിതമായ ഇടത്തല്ല എന്നൊരു സംശയമുണ്ടാകുന്നു. ചോദിക്കും, അതെന്താ? അല്ല, എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടുത്തെ രാജാവ് വലിയ വിദേഹനാണ് എന്നൊക്കെ പറയണത് കേട്ടു. അത് കേട്ടിട്ട് ഞാൻ വന്നതാ അദ്ദേഹത്തിന്റെ അടുത്ത്, അദ്ദേഹത്തെ ഒന്ന് ദർശിക്കാൻ പറ്റും. പക്ഷെ വന്നപ്പോഴേ ഇവിടെ രാജാവിന്റെ രക്ഷയോർത്തുള്ള തടയലാണല്ലോ പണി. അപ്പൊ വന്നത് വെറുതെ ആയോ എന്നൊരു സംശയം എന്ന് പറയും. അത് കേൾക്കുമ്പോ മഹാജ്ഞാനിയാണെന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങയുടെ ഇഷ്ടാനുസരണം പൊക്കോളെന്ന് പറയും. ശ്രീശങ്കര മഹർഷി അങ്ങനെ കടന്നു നിന്ന ഈ പോകുന്ന വഴിക്കുള്ള ഉദ്യാനങ്ങളും എല്ലാം കണ്ട് അത് കഴിയുമ്പോൾ മന്ത്രി അദ്ദേഹത്തെ കാണും. അദ്ദേഹത്തെ കണ്ട് മന്ത്രി സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരുത്തി പരിചാരികമാരെയൊക്കെ ഏർപ്പാടാക്കും. വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യാം. ഒരാള് വന്നാൽ അങ്ങനെ വേണമെന്നാ, വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യണം. നമ്മളൊന്നും മിക്കവാറും അതൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇനി അറ്റം വന്നാൽ പറയും ഇരിയേ വരുന്നേന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോകും. നമുക്ക് അത്രയും അറിയാം. ആകെപ്പാടെയുള്ള ഒരു ഉപചാരം ഇരിയേ വരുന്നേ, ഫാനും ഇട്ട് കൊടുത്താൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ആളിനെ തപ്പിയാൽ മതി ഇല്ലേ? പോകേണ്ട വഴിക്കെല്ലാം പോയതായിരിക്കും. പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരിക. ഒരാള് വരുന്നാൽ ആ ആളിന്റെ തലം എന്താണോ ആ തലത്തിനനുസൃതമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാവരെയും ഒരുപോലെ കണ്ടല്ല നമ്മൾ ചെയ്യാം. ഓരോരുത്തരും വരുമ്പോൾ അവർ ഏത് തലത്തിൽ ഇരിക്കണവരാണെന്ന് നോക്കണം. ആദ്യം ആ തലത്തിനനുസൃതമായിരിക്കണം അവരെ സ്വീകരിക്കേണ്ടതും ഉപചാരങ്ങളൊക്കെ ചെയ്യേണ്ടതും. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ ഞങ്ങൾ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല സമയമുണ്ട് എന്നാ അല്ല. പിന്നെ അതിന് താഴോട്ട് പ്രധാനമന്ത്രിക്ക് വരുമ്പോൾ ഉള്ള ഉപചാരമല്ല ആർക്ക് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഉപചാരമല്ല മറ്റുള്ള മന്ത്രിമാർക്ക് കൊടുക്കുക. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപചാരമല്ല MLA മാർക്ക് കൊടുക്കുക. അവർക്ക് കൊടുക്കുന്ന ഉപചാരമല്ല പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ തലം അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കുമുള്ള സ്വീകരണവും ഉപചാരവും ഒക്കെ. ഞങ്ങളൊക്കെ വടക്കുപോട്ട് എന്നുവെച്ചാൽ കേരളത്തിന്റെ വടക്കേ സൈഡിലോട്ട്, അതായത് തൃശ്ശൂർ, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ചെല്ലാൻ ഏറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. കാരണം വെച്ചാൽ ആ ഒരു അവസരത്തിൽ നമുക്ക് തരുന്ന ഭക്ഷണത്തെ ശരിക്കും ഒരു ഭിക്ഷയായി കണ്ടുകൊണ്ടാണ് പോവുക. അപ്പൊ അങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ ദൂരെയാണെങ്കിൽ ഒരു വണ്ടിയായിട്ടൊക്കെ വന്നാൽ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പൊ കൂട്ടിക്കൊണ്ടുപോയാൽ ആ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അകത്തോട്ട് കൊണ്ടുപോകുള്ളൂ. കൊണ്ടുപോയാൽ ഈ പറഞ്ഞ ഫാൻ വിട്ടാൽ ഇവിടെ ഈ സാധനം ഞങ്ങളിപ്പോ വരാൻ പറഞ്ഞ് പോയില്ല. കൂടി തരുന്നവരാണെങ്കിൽ അങ്ങനെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വസ്ത്രത്തോട് കൂടിയ ദക്ഷിണയോ അല്ലെങ്കിൽ ദക്ഷിണയോ തന്നാണ് തിരിച്ച് നമ്മളെ അവിടെ കൊണ്ടാക്കും. ഇല്ല സ്വാമി എന്നാ പൊക്കോ, അപ്പോ എല്ലാം കഴിഞ്ഞ് കാറ്റാന്ന് പറഞ്ഞ് വിടില്ല. അങ്ങനെ സംസ്കാരം അതാണ്. എങ്ങനെയാണോ വിളിച്ചോണ്ട് വന്നത് അതേപോലെ തിരിച്ച് അവിടെ കൊണ്ടാക്കും. എന്തിനാ ഇത്രയും കാര്യങ്ങളിലെ സ്വാമി അങ്ങോട്ടൊന്ന് വന്നേ, സ്വാമി ഞങ്ങള് വീട്ടിലോട്ടായി ഇന്ന് രാത്രിയുടെ ശാപ്പാട് കേട്ടോന്ന് പറഞ്ഞ് വിളിച്ചാൽ പോരെ? എന്തിനാ അങ്ങനെ വന്ന് കൊണ്ടുപോയി വിളിച്ച് ഇത്ര ആചാരം ഉപചാരം ചെയ്യണത്? ആ ഇരിക്കുന്ന പീഠത്തിന്റെ മഹത്വം, ആ സ്ഥാനത്തിന്റെ മഹത്വം. അപ്പോ അതിനനുസൃതമായ സംശയം എന്മാതിരി ഒരു പരിവാക്കി അങ്ങ് പോവാണ്. അപ്പൊ പറഞ്ഞു വന്നെന്താ? ശ്രീശങ്കര മഹർഷിയെ സ്വീകരിക്കാൻ പാടില്ല. ഇന്നത്തെ മക്കൾ ഏറ്റവും കൂടുതൽ ധിക്കരിക്കുന്നതും അതാണ്. അപ്പോ എന്നിട്ടും അങ്ങ് ഇവിടെ വരെ വന്നത് അങ്ങയുടെ സംശയത്തെ തീർക്കാനാണ്. ശ്രീശങ്കര മഹർഷിയുടെ സംശയം എന്താ? വിദേഹനാണെന്ന് പറയണു. അപ്പൊ അങ്ങേക്ക് കള്ളന്മാരും കൊള്ളക്കാരും നല്ലവരും എല്ലാം ഒരുപോലെയാണോ? എല്ലാവരെയും തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കില്ലേ? അപ്പൊ ശിക്ഷിക്കുമ്പം അവിടെ ഭേദബുദ്ധിയില്ലേ? ആ ഭേദബുദ്ധി ഉള്ളവൻ എങ്ങനെയാണ് വിദേഹനാണെന്ന് പറയാം? ഇനിയും അങ്ങയ്ക്ക് അങ്ങയുടെ രാജ്യം എന്നില്ലേ, അങ്ങയുടെ ധനം എന്നില്ലേ? ഇതിങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരാളെ എങ്ങനെയാ വിദേഹം എന്ന് വെട്ടിക്കാം? അപ്പൊ അതുകൊണ്ട് അങ്ങ് ഈ പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നാണ്. തന്നെയല്ല, ശത്രുക്കളുണ്ട് അങ്ങക്ക്. ശത്രുക്കളൊന്നും മിത്രങ്ങളുമുണ്ട്. ഈ ഭാവങ്ങളൊക്കെ നിലനിൽക്കെ എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങ് വിദേഹനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പൊ പറഞ്ഞു, ഹേ ശ്രീശങ്കര മഹർഷി, അങ്ങിപ്പം വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം?
ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരോടൊക്കെയുള്ള ബന്ധങ്ങളുണ്ടാവും. അതൊക്കെ തനിക്ക് പ്രതികൂലമായെങ്കിലോ എന്നുള്ള ആശങ്കയുണ്ട്. അങ്ങ് വനത്തിൽ പോയി തപസ് ചെയ്താൽ അവിടെ ഉണ്ടാവില്ലേ മൃഗങ്ങളൊക്കെ? ഇല്ലേ, വനത്തിൽ മൃഗങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ മൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം അങ്ങേക്ക് അസ്വസ്ഥ ഉണ്ടാക്കില്ലേ? അപ്പൊ പിന്നെ അങ്ങ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് രണ്ട് അർത്ഥമാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഉപദ്രവം അല്ലെങ്കിൽ അസഹിഷ്ണുത ഉണ്ടാവുന്നത് എവിടെയാണ്? മനസ്സിലാണ്. മനസ്സുകൊണ്ട് നമ്മൾ ഒന്നിനെ വേണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നിനോട് കൂടുതൽ മമത്വം ഉണ്ടാവേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് നിലനിർത്താനായിട്ട് സാധ്യമാവും. ഇതെല്ലാം കുഴപ്പം എവിടെയാണ്? മനസ്സിന്റെ കുഴപ്പം. അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതും മനസ്സാണ്. ഒന്നിനോട് അമിതമായ മമത്വം തോന്നുന്നു. അപ്പൊ മനസ്സുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക? ഡിറ്റാച്ച്മെന്റ് ആയിട്ട് ഇരുന്നാൽ മതി. അപ്പൊ വനത്തിൽ ഇരുന്നാലും അങ്ങേക്ക് ഇതിനോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്താധാര ശരിയല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് അത്ര മോശമായ കാര്യമല്ല എന്നാണ്. ഇനി രണ്ടാമത്തത് അങ്ങയുടെ സംശയം എന്താ? ഞാന് ശത്രുക്കളെന്നും മിത്രങ്ങളെന്നും കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നും നല്ലവരെന്നും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഞാനാണ് ചെയ്യണത് എന്നൊരു ചിന്ത എനിക്കില്ല. എപ്പോഴാ കുഴപ്പമുണ്ടാക്കുന്നത്? ഇത് ഞാനാണ് ചെയ്യണത്, എന്റേതാണെന്നൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നം. നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് എന്താ? ഞാനാണ് ചെയ്യണത് എന്നുള്ള ബോധത്തിലാണ്, അല്ലേ? നമ്മളിപ്പോ അല്ലെങ്കിൽ എന്റെ വകയാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്, അല്ലെങ്കിൽ എന്റേതാണ് എന്നൊരു ചിന്ത നമുക്കുണ്ട്, ഇല്ലേ? ഇപ്പൊ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിൽ കൊണ്ടു കൊടുത്താലും നമ്മൾ എന്തെങ്കിലും വെറുതെ കൊണ്ട് കൊടുക്കാം. ഇന്നത്തെ എന്റെ വകയാണ്. ഒരു വിളക്ക് മേടിച്ചോണ്ട് കൊടുത്താലും ഉടനെ അതിലെന്ത് ചെയ്യും? ആ പേരും ഫോൺ നമ്പറും വീട്ടുപേരും പിൻകോഡും ഒക്കെ എഴുതി കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും തിരുമേനി വിളിക്കും, തിരുമേനി കത്തിക്കുന്നുണ്ടോ എന്റെ വിളക്ക്? എന്നിട്ട് ആർക്കാ കൊടുത്ത്? ഭഗവതിക്ക് കൊടുത്തു എന്നാണ് പേര്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്ന് താമസിക്കട്ടെ എന്ന്. ആധാരം നിങ്ങളുടെ പേരിലല്ലേ? ഞാൻ ഇന്ന് പോലെ അവിടെ വന്നെ താമസിക്കാൻ പോവാ, ഇത് എന്റേതാണെന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? അതെന്താ? അപ്പൊ അവര് തിരുമേനി നടയൊക്കെ അടച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ കളിക്കാനായിട്ട് മുറ്റത്തോട്ടിറങ്ങി. ഏത് പിള്ളേര്? ഗണപതി സുബ്രഹ്മണ്യന് ഇങ്ങനെ മുറ്റത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സുബ്രഹ്മണ്യം നോക്കിയപ്പോൾ നല്ല പൊന്നിന്റെ കൊടിമരം, ചവിട്ടി കയറാൻ നല്ല സമയം, ചവിട്ടി മണ്ടയ്ക്കോട്ട് കയറി. ഇപ്പൊ പാർവതി പറഞ്ഞു, ഇറങ്ങടാ താഴെ, അത് നിന്റെ അച്ഛന്റെ വകയല്ലടാന്ന്. അപ്പൊ അങ്ങനെ മോളിൽ ഇരുന്നോട് താഴോട്ട് കാണുമ്പോൾ ചോദിച്ചു, എന്താമേ അച്ഛൻ്റെതല്ലേ എല്ലാം? സുബ്രഹ്മണ്യനുണ്ട്. അപ്പൊ സുബ്രഹ്മണ്യൻ താഴെ ഇറങ്ങിയപ്പോ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു ബോർഡ്. എന്താ ബോർഡ്? ഇന്ന ആളിന്റെ വക. പേരൊന്നും ഞാൻ പറയണ, ഞാൻ പറഞ്ഞ ആ പേരുകാരൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞു വന്നെങ്കിലോ, അതുകൊണ്ട് അത് പറയണില്ല. ഇന്ന ആളിന്റെ വക എന്നും പറഞ്ഞ അവിടെ ബോർഡ് എന്തോന്നാല് കൊടിമരത്തിൽ. അപ്പോഴാ സുബ്രഹ്മണ്യൻ പറയുന്നത്, എന്റെ അച്ഛന്റെ വകയല്ല, മറ്റേ പേരുള്ള കക്ഷിയുടെയാണ്. അപ്പൊ അന്നേരമാണ് ഗണപതി നോക്കിയപ്പോ വലിയ തിടപ്പള്ളിയാണ്, അതിനകത്ത് ഭയങ്കര ഒരു ഉരുളിയിരിക്കുന്നു. ചാടി അതിനകത്ത് ചേർന്ന് വട്ടക്കരങ്ങാൻ തുടങ്ങി. രണ്ടും വികൃതി പിടിച്ചതാണ്. അപ്പൊ ഉടനെ പാർവതി പറഞ്ഞു ഇറങ്ങടാ വരില്ല, നിന്റെ അച്ഛന്റെ വകയല്ലടാ, ഇറങ്ങടാ വരില്ല. ചേച്ചി ഞാൻ വിളിക്കെന്തോ എന്തോ തൊട്ടാലും അച്ഛന്റെ അല്ല അച്ഛന്റെ അല്ല, ഇത് ആരുടെയാണെന്ന് അപ്പൊ പറഞ്ഞ് നോക്കടാ അതെന്ന്. അന്നേരം അതേ രണ്ട് വേറൊരാളുടെ പേരും ഫോൺ നമ്പർ ഉൾപ്പെടെ. അപ്പോഴാണ് പരമേശ്വരൻ ആലോചിച്ചത്, ചേട്ടാ ശരിയാണല്ലോ ഇവിടെ പറയണത്. ഇത് എവിടെ നോക്കിയാലും എല്ലാവരുടെയും വകയായിട്ട് ഓരോ തൂണും ഓരോരുത്തരുടെ വകയാണ്. പിന്നെ എനിക്ക് എന്താ ഇവിടെ ഉള്ളത് എന്ന് ആലോചിച്ചിട്ട് പാടി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് പിള്ളേരെ പിടിച്ചോട്ട് പാർവതി ദേവിയെ കൂട്ടി പരമേശ്വരൻ ഇറങ്ങി പോയി എന്നാണ് കഥ. ഇതുപോലെയാണ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല്, ഒരു ക്ഷേത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേരും അഡ്രസ്സും ഇല്ലാത്ത ഒരു വകയും കാണില്ല. ഭഗവതിയുടേതായിട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ഓരോ കല്ലിലും നമ്മുടെ പേരും ഫോൺ നമ്പറും എഴുതി വെച്ചിട്ട്, കാരണം എന്റെ വക ഞാൻ കൊടുത്തതാന്നാ, ഞാൻ ആലോചിക്കുന്നതല്ല. ഈ എനിക്ക് കൊടുക്കാനുള്ള പവർ എവിടുന്നാ കിട്ടിയത്? അതോടെ ചിന്തിക്കണ്ടേ? എനിക്ക് 100 രൂപ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ
അതിനുള്ള ആ 100 രൂപ സമ്പാദിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും തന്നതാരാ? അതാ ഭഗവതിയല്ലേ. അതെന്താ ചിന്തിക്കാത്തെ? അപ്പൊ സത്യത്തിൽ നമുക്ക് അവകാശം വല്ലതിനും ഉണ്ടോ? ഒന്നിനും അവകാശം പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. എത്ര കോടി ഉള്ളവനും എത്ര കോടി ഇല്ലാത്തവനും 2 കോടി കിട്ടും, ഇല്ലേ? എത്ര കോടി ഉള്ളവനും എത്ര കോടി ഇല്ലാത്തവനും 2 കോടി അടിക്കും. ഏതാ 2 കോടി? കേരള മെമ്പറാണോ? അല്ല, ഒന്ന് സമുദായത്തിന്റെ കോടി, ഒന്ന് വീട്ടുകാരുടെ കോടി, അത്രയേ ഉള്ളൂ. അത് അല്ലാതെ എത്ര കോടി ഉണ്ടായാലും നയ പൈസ ഇവിടുന്ന് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല. നെറ്റിയെ പോറാൻ ഒരു നാണയം തരില്ലാരും. കൊണ്ടുവന്ന ഡെഡ് ബോഡി ഇടാൻ നല്ലൊരു തുണി എടുക്കുക വെച്ചെന്ന് പറഞ്ഞാൽ മക്കൾ നോക്കുന്ന അമ്മയ്ക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛൻ മേടിച്ചു കൊടുത്തതല്ല ഇരിപ്പുണ്ടോ നോക്കും. കാരണം എന്താ? അതിനി ഒന്നിനും കൊള്ളുകയില്ല. അതുകൊണ്ട് തിട്ടേ പറഞ്ഞു വിടൂ. അല്ലാതെ നല്ലൊരു വസ്ത്രം പോലും ദേഹത്തിടുന്നൊരു ചിന്ത വേണ്ട. അതുകൊണ്ട് ഒരുപാടൊന്നും സമ്പാദിച്ച് ആർക്ക് കൊടുക്കരുത്, മക്കൾക്ക് കൊടുക്കരുത്. ഞാൻ തമാശ പറഞ്ഞല്ല. മക്കൾക്ക് അമിതമായി സമ്പാദിച്ചൊന്നും കൊടുക്കരുത്. മക്കൾക്ക് കൊടുക്കേണ്ട സമ്പാദ്യം 2 ഒന്ന് നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം. ഇത് 2 പകർന്നു കൊടുക്കുകയാകാവും. സ്വന്തം കാലയിൽ നിൽക്കാതാവുമ്പോൾ പഠനം പോയി അധ്വാനിച്ച് ജീവിച്ചോളാം പറയണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ എന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ പോവുക. അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോണം എന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് ഇരുന്നോണം. അവിടെ ഇറങ്ങി പൊക്കോണം. ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ആഗ്രഹങ്ങളൊക്കെ സാധീകരിച്ച് ജീവിച്ചോണം. മക്കൾക്ക് വേണ്ടി പിന്നെ ജീവിക്കാൻ നിൽക്കരുത്. തമാശ പറഞ്ഞതല്ല. മക്കൾക്ക് ഇത്രയും കാലവും ജീവിച്ചതെല്ലാം കണ്ടവന് വേണ്ടിയിട്ടാണ്. അവനവന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള സമയങ്ങളിലെങ്കിലും മക്കളൊക്കെ സ്വന്തം കാലയിൽ നിൽക്കാറായി കഴിയുമ്പോഴെങ്കിലും സ്വന്തം ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പൊക്കോണം. വീട്ടിൽ നിൽക്കരുത്. നിന്നാ മരുന്ന് മക്കളെല്ലാം കൂടെ 4 വശത്തോന്നും കുത്തും. ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ. നമ്മൾ എന്തിനാ സത്യത്തിൽ ജീവിക്കുന്നുണ്ടോ നമ്മളിവിടെ? ഇതുവരെ ഒരു ജീവിതമാണ്. സ്വയമേ ഇരുന്ന് പറയും, എന്തോ പറയാനാ സ്വാമി, ഒന്ന് എന്ന് പറഞ്ഞിരിക്കും. എന്നാ ഇട്ട് കളഞ്ഞിട്ട് പോവോ? അതിട്ട് പോകുന്നില്ല. എങ്ങോട്ട് പോകുന്ന സമയത്ത് പോകാനാണ് ഇടയില്ലാത്തേ. ഈ ഭൂമിയിൽ പോകാനാണെങ്കിൽ എവിടെല്ലാം സ്ഥലമുണ്ട്, ഇല്ലേ? ഇറങ്ങി തിരിക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. നമുക്ക് ഇറങ്ങി തിരിക്കാൻ മടി. അതുകൊണ്ടാ ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പൊക്കോണം. ഉള്ളതും കയ്യിൽ ചുള്ളിപ്പറിക്ക് എടുത്തോണ്ട് പൊക്കോണം. അല്ലാതെ ഇവിടെ കിടന്നാല് ബാക്കിയുള്ള കാലവും കൂടി ദുരിതം അനുഭവിക്കാമെന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. മനസ്സിന് ശാന്തി വേണോ? എല്ലാം ഉപേക്ഷിച്ച് പോണം. ഉപേക്ഷിക്കാതൊന്നും ശാന്തി ഉണ്ടാകില്ല. എത്ര കാലത്തോളം എല്ലാത്തിനോടും അടുപ്പമുണ്ടോ അത്രയും കാലത്തോളം ഉള്ളിൽ അശാന്തി മാത്രമേ ഉണ്ടാവൂ. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ശാന്തിയാണോ എന്ന്. ഞാൻ പറഞ്ഞ ശാന്തിയല്ല, പക്ഷെ ശാന്തി ഉള്ളവനാണ്. എല്ലാരെയും വിളിക്കുന്ന ശാന്തി എന്ന്. ഈ പറയുന്ന വിളിക്കുന്നവർക്കും ശാന്തിയില്ല, വിളി കേൾക്കുന്നവർക്കും ഒരു ശാന്തി ഇല്ല. അല്ലേ? നോക്കിക്കോളൂ. ജീവിതം എടുത്ത് നോക്കി ആർക്കാ ശാന്തി ഉള്ളത്? ഉണ്ടോ? വിളിക്കുമ്പോഴെങ്കിലും നമുക്കുള്ളിൽ ഒരു ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ വിളിക്കണേ. യാതൊരു വിധത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തി ഉണ്ടാവാത്ത എന്തുകൊണ്ടാ? ഈ ഓരോന്നിനോടുമുള്ള അടുപ്പമാണ്. കേട്ടില്ല? അത് ഞാനല്ല ചെയ്ത കാശി. തരും.
പോകാൻ നേരം കിട്ടിയാ പോരെ, പോകാൻ നേരം കിട്ടിയാ പോരെ, ഞാൻ മേടിച്ച അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോരെ. കുഴപ്പമില്ല, ചെയ്ത് തന്നെ സമാധാനപ്പെടുന്നു. എന്തിനും വേണ്ടേ നമുക്കൊരു സമാധാനം. അതുകൊണ്ട് അവിടെ ഇരുന്നാണ്. അപ്പോ അതുകൊണ്ട് ജീവിതത്തില് ഞാനാണ് ചെയ്യണത് എന്ന ബോധമില്ലാതെ ഇതെന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മമാണ്, ഈ ജന്മത്തെ ഞാൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മമാണ്, ആ കർമ്മത്തെ ഞാൻ അനുഷ്ഠിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും എന്റെ മിടുക്കുകൊണ്ടല്ല നടക്കുന്നത് എന്ന് ആദ്യം ബോധിക്കണം. നമ്മളൊക്കെ വലുതൊക്കെ വാരി കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും എന്നല്ലേ, അതെന്താ നിനക്ക് പറ്റാഞ്ഞ്? അപ്പൊ കഷ്ടപ്പെട്ടത് നീയാണെങ്കിൽ, ഉണ്ടാക്കിയത് നീയാണെങ്കിൽ അതിന്റെ മിടുക്ക് നിനക്കും, നഷ്ടപ്പെട്ടതിന്റെ കുഴപ്പം ഭഗവാനും. അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയത് നീയല്ല, നിനക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യവും ആയുസ്സും തന്ന അതിനുള്ള അവസരത്തെ കാട്ടിത്തന്നതായ ഈശ്വരനാണ്. അപ്പൊ അതിന്റെ അവകാശ സത്യത്തിൽ ആരാ? ഈശ്വരനാ. അപ്പൊ അതിനകത്ത് പിന്നെ ഈളവും പറയാറുണ്ട്, നമ്മളൊക്കെ ശരിക്കും ഒരു ജോലിക്കാരനാ. ഇവിടെ വന്ന് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി ചെയ്യുക, ശമ്പളം വാങ്ങാം, റിട്ടയർ ആകുമ്പോൾ മുതലാളി ഏൽപ്പിച്ചേക്ക് തിരിച്ചു പോകാം. എന്റേതെന്ന് അവകാശപ്പെട്ടാൽ എന്റേത് ഞാൻ കൊണ്ടുപോകണം. ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊണ്ടുപോകുമോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മുടേതാണോ അത്? അല്ല, നമുക്ക് അവകാശമില്ലാത്തതാണ്. നമ്മൾ അവകാശികളായി സ്വയമേവ മാറുന്നതാണ് ഇതെന്റേതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ അവകാശവാദം ഒരു സമയത്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. 6 അടി മണ്ണിനകത്ത് ഇപ്പൊ മണ്ണും വേണ്ട, ഗ്യാസ് ഉണ്ട്, ഇങ്ങോട്ട് വെച്ചോ, ഒരു പിടി ചാരമാക്കി ഒരു കുടത്തിനകത്ത് കൊള്ളാനുള്ളതേ ഉള്ളൂ. ഈ ഒരു കുടത്തിനകത്ത് പോലും കൊള്ളാനില്ല, ഒരു ഗ്ലാസിനകത്ത് കൊള്ളാനുള്ളതേ മിച്ചം കിട്ടൂ. അതിനെ വെച്ചോണ്ടാണ് ഈ കിടന്ന് നികളിക്കണത് മുഴുവൻ. ഞാൻ ആരാന്നറിയാമോ എന്നൊക്കെ ചോദിക്കണത്. ഒന്ന് ചിന്തിച്ച എന്തുണ്ട്? വെറും മണ്ണ്. പിന്നെ കൊണ്ടു നടക്കുന്ന സാധനം മൊബൈൽ സെപ്റ്റിക് ടാങ്കാ. ഇതൊരു മൊബൈൽ സെപ്റ്റിക് ടാങ്കാണ്. അതിനെയാണ് ഈ കൊണ്ടു നടക്കുന്നത്. മഹത്തരമായ സംഭവം ഏതാണ്ടാന്ന് പറഞ്ഞത് ഇല്ലേ? ഇച്ചിരി നേരം ഫാനിന്റെ കാറ്റ് കൊള്ളാതെ ഒന്ന് ഉയർത്താൻ നമുക്ക് തന്നെ സ്വയം അറപ്പ് തോന്നുന്ന സാധനമായത്. പിന്നെ നമ്മൾ അതിനെ സ്പ്രേ അടിച്ചും പൗഡർ ഇട്ടും അത് തേച്ചും ഇത് തേച്ചും പരമാവധി നാറ്റം വരാതിരിക്കാനൊക്കെ നോക്കും. എന്നാലും ഇതെല്ലാത്തിന്റെയും കൂടെ നാറ്റം വരുമ്പോൾ പിന്നെ ആർക്കും ആ പരിസരത്തോട്ട് വരണ്ട അവസ്ഥ. പിന്നെ എന്തിനാ ഇത്ര വലിയ മഹത്വം എന്താണ്? എന്നിട്ട് വലിയ വർണ്ണ പേപ്പർ മേടിച്ച് അതിനകത്ത് പൊതിഞ്ഞുകൊണ്ട് നടക്കുക നമ്മള്. ഇതാണ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. ഈ അകത്തിരിക്കുന്ന സാധനം പുറത്തോട്ട് പോയ 24 മണിക്കൂറിനപ്പുറം കൃത്രിമമായി ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ ഇരിക്കാത്ത സാധനമായത്. അതിനെ വെച്ചുകൊണ്ടാണ് ഈ അഹങ്കരിച്ചും ഞാൻ മഹാസംഭവം എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്നിട്ട് ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു വെച്ചു എന്നാ വാദം. എന്താണോ അറിയില്ല. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും ഒരു തെളിവ് കുറെ കാലം കഴിയുമ്പോൾ ഉണ്ടാവുമോ? തോന്നുന്നുണ്ടോ നമ്മളെ കുറിച്ച് ഓർക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമെന്ന്? 16 കഴിഞ്ഞാൽ മക്കള് പോലും ഓർക്കൂല. അവര് പറ്റിയ ഉള്ളതെല്ലാം കൂടെ വാരി ഏതെങ്കിലും കായലിൽ കലക്കിച്ച് അവരാ ലീവില്ലെന്ന് പറഞ്ഞങ്ങ് പോകുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇപ്പൊ മക്കൾക്ക് ചത്താപ്പോലും വരാൻ നേരെയില്ല. എന്താ ലീവില്ലാന്ന് കൊണ്ട് മറ്റവരെ ഏൽപ്പിക്കും. ആരെയാ? എന്തും ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഈവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിക്കും. അവരെല്ലാം കൂടെ വാരിക്കൂട്ടി കളിച്ചുള്ള കാശം മേടിച്ച് അവര് പോക്കറ്റിട്ടുണ്ടോ? പിന്നെ എന്തോ കണ്ടിട്ടാ അറിയുന്നില്ല. നടപ്പ് കണ്ടാൽ ഗുരുവായൂർ കേശവൻ നെറ്റിപ്പട്ടം കിട്ടിയിട്ട് മസിലും പിടിച്ച് നടക്കുന്ന പോലെ നമ്മുടെയൊക്കെ നടക്കുക. ഈ മസിൽ പിടിക്കുന്നതിനിടയ്ക്ക് അകത്തോട്ട് പിടിക്കുന്ന പുറത്തോട്ട് വന്നില്ലേ കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ ഇരിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ സംഭവം. എന്താ അവസ്ഥ നാരായണ? 2 പ്രാവശ്യം നമുക്ക് പ്രകൃതി തന്നെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ 2 പ്രാവശ്യം നമുക്ക് കാണിച്ചു നേടാ. മനുഷ്യ, നീ കൂടുതൽ അഹങ്കരിക്കണ്ട, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊന്ന് തിരിഞ്ഞാൽ നീ പ്രകൃതി കാണിച്ചു തന്നാ ഇല്ലേ? 2018 ഒരു പ്രളയം വന്നപ്പോ ഞങ്ങളെയൊന്നും ബാധിച്ചില്ല.
പക്ഷെ പലയിടങ്ങളിലും ബാധിച്ച് കോടീശ്വരന്മാരൊക്കെ മണ്ടയ്ക്കിരിക്കുമായിരുന്നു ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടിയിട്ട്, ഇല്ലേ? ഇവിടുന്നൊക്കെ ആ വള്ളമൊക്കെ ആയിട്ട് വന്ന് ആ മഹത്തുക്കൾ വന്ന് കൈ നീട്ടി പിടിച്ചു കയറ്റിക്കൊണ്ട് അക്കരെ വിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ സ്വഭാവം മാറി, ചെന്മാനെയൊക്കെ ചീത്ത വിളിച്ചു. അത് വേറൊരു സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവമാണ്. ആര് ഉപകാരം ചെയ്യുന്നുണ്ടോ അവനെ ചീത്ത വിളിക്കാന്നുള്ള മനുഷ്യന്റെ സ്വഭാവം. കേട്ടോ, നന്ദി എന്ന് പറയുന്നൊരു സാധനം ആർക്കില്ല, മനുഷ്യന്റെ. പിന്നെയും നായിക്കുണ്ട്, അതാ വേറെ സത്യം. അവരുടെ ഒന്നും വിളിക്കൊണ്ടല്ല ഞങ്ങൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പോട്ടെ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ കാണിച്ചു. കണ്ടിട്ട് പോലും സൂക്ഷ്മം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും കാണാൻ വയ്യാത്ത എന്തോ ഒരു സാധനം വന്നെന്ന് പറഞ്ഞ് 2.5 കൊല്ലം മൂക്കും വായും എല്ലാം പൊത്തി പിടിച്ചവിടെ കയറിയിരുന്നു. പേരക്കകത്ത് കയറി ഇരുന്നില്ലേ? നീ വലിയ സംഭവമല്ലായിരുന്നു ആ മനുഷ്യ. നീ എന്താ അതിനെ പ്രതികരിച്ച് നീ ഇറങ്ങിത്തിരിക്കാഞ്ഞേ? അപ്പൊ നിനക്ക് ചിന്തിച്ചാൽ പിടിക്കാൻ കിട്ടുന്നതിനപ്പുറത്ത് എന്തൊക്കെയോ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് നീ ഇതൊന്നും കണ്ടിട്ട് അഹങ്കരിക്കണ്ടെന്ന് നിനക്ക് കാണിച്ചു. പക്ഷെ മനുഷ്യൻ പഠിക്കുമോ? പൊതി വായിൽ എടുക്കാൻ തുടങ്ങിയോ വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞു. എന്തിനൊക്കെയോ വേണ്ടി ഓടിപ്പാഞ്ഞ് ജീവിതം പാഴാക്കി കളയാം. ആനന്ദപൂർണമായി ജീവിച്ചു തീർക്കേണ്ട ജീവിതം എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഓടി നടന്ന് പാഴാക്കി കളയുന്നത് മനുഷ്യനെ വിഡ്ഢി എന്നല്ലാതെ ഞാൻ എന്താ വിളിക്കുക? അല്ലേ? ഭയങ്കര സംഭവമാണ് മനുഷ്യൻ. ബുദ്ധിയൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ഇപ്പോ മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. കാരണം എന്തിനൊക്കെയോ വേണ്ടി കിട്ടിയ ജന്മത്തെ പാഴാക്കി കളയുന്ന ഒരു ജന്മമായിട്ട് മനുഷ്യൻ മാറി. അതുകൊണ്ട് ജീവിതത്തിൽ ആനന്ദം വേണോ? എല്ലാ സർവത്തിലും വിദ്വേഷമില്ലാതെ അതിലൊക്കെ പ്രധാനം ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. കണ്ടവന്റെ കണ്ടിട്ട് എനിക്കും അതുപോലെ ആവണം എന്ന് വിചാരിക്കാതെ ഇരിക്കാം. നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പം അതാണ്. അപ്പുറത്തവൻ കിണറ് മേടിച്ചാൽ നമുക്കുടനെ എന്താ മേടിക്കണം? സ്വിഫ്റ്റ് മേടിക്കണം. അതിന് പോയി ലോൺ എടുക്കും. അവസാനം കിടപ്പാടോ പോയി സ്വിഫ്റ്റും പോയി അവസാനം ഷിഫ്റ്റ് ആവും. ഇന്ന് മറ്റുള്ളവനെ കണ്ട് ജീവിക്കാൻ പഠിക്കാതിരിക്കുക. അവനവന്റെ സാഹചര്യം അറിഞ്ഞ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. 1. 2, സന്തോഷം കിട്ടാനുള്ള കാര്യമാണ്. 2, കണ്ടവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ പോവാതിരിക്കുക. അവനവന്റെ കുറ്റം കണ്ടുപിടിച്ച് ആ കുറ്റങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാലോചിച്ച് ആ കുറ്റങ്ങളെ മാറ്റിയെടുത്താൽ സുഖം ഉണ്ടാവും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. ജീവിതത്തിൽ നഷ്ടപ്പാടുകൾ ഒരുപാട് ഉണ്ടാവാം, അതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക. 3, നാളെയെ കുറിച്ച് ആവലാതിപ്പെടാതിരിക്കുക. നാളെ എന്ത് സംഭവിക്കുന്ന ചിന്തിക്കണ്ട. ഇപ്പൊ എന്തോ ഉണ്ടെന്ന് മാത്രം നോക്കാം. ഈ നിമിഷം എനിക്ക് അന്നം കിട്ടിയെങ്കിൽ ഞാൻ സന്തോഷമാണ്. വൈകുന്നേരത്തെ കാര്യം ചിന്തിക്കണ്ട. കിട്ടിയാലൊക്കെ ഇതിനകത്ത് പറഞ്ഞാൽ കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ് എന്താ കിട്ടിയാൽ ലക്ക, അത്രേ ഉള്ളൂ. കിട്ടിയില്ലയോ അത് സന്തോഷം. ഇന്ന് എനിക്ക് വയറൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യമായിരുന്നു വിചാരിച്ചുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അവനെ ഈ തരത്തിൽ നമ്മൾ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതം സുഖമാണ്. പക്ഷെ നമ്മുടെ അപ്പുറത്തോട്ട് നോക്കി അവൻ 2 നില വാർത്തപ്പം ഞാൻ 3 നിലയ്ക്ക് വാർത്ത അതിന്റെ മുകളിൽ ഓടുവിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഷീറ്റ് വിട്ടെങ്കിലേ എനിക്ക് സമാധാനമാവുള്ളൂ. അവിടെ പോയി എടുക്കാവുന്ന എല്ലാം പോയി എടുത്ത് അവസാനം ഉള്ളതെല്ലാം അവിടെ ആര് കൊണ്ടുപോയി? ദേ കിടക്കുന്നുണ്ട് ബാങ്കുകാരുണ്ട്. അന്നേരം നെഞ്ചത്തടിച്ചാണ്ട് ബാങ്കുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാലത്ത് നിന്റെ അവസ്ഥ അറിഞ്ഞ് നീ വീട് വെക്കണമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയണേ? കൊണ്ട് ജീവിതം ആസ്വാദ്യകരമാക്കാൻ കല്യാണം കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നിനോട് എന്തുണ്ടാവരുത്? മമത്വമില്ല. ഈ ഉള്ളവൻ അതുകൊണ്ട് പറയാറുണ്ട്, എന്തുപോലെ കൊട്ടത്തേങ്ങ പോലെ ജീവിക്കാൻ പറയും. കണ്ടിട്ടുണ്ടോ കൊട്ടത്തേങ്ങ? ഉണ്ടോ? അതോ കൊട്ടയിലെ തേങ്ങ കണ്ടിട്ടുള്ളോ? കൊട്ടത്തേങ്ങ എന്താ പ്രത്യേകത? അതിന്റെ വെള്ളമില്ല, പിന്നെ ഉണങ്ങിയതാ, പിന്നെ അതൊന്നുമല്ല കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത. എന്താ പറഞ്ഞമ്മ? ചിരട്ടയിൽ നിന്നുള്ള ബന്ധം വേറുപെട്ട് കിടക്കും. അതാ കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത. വെള്ളമില്ലാത്ത ഉണങ്ങിയൊന്നുമല്ല, ചിരട്ടയിൽ നിന്നുള്ള ബന്ധം വേറുപെട്ട് കിടക്കും. അപ്പൊ ചിരട്ട പൊട്ടിച്ചാലും
കാമ്പിന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല. ഇതുപോലെ ആയിരിക്കണം ജീവിതം എന്ന് പറഞ്ഞത് വീട്ടിൽ ചെന്ന് പറയരുത്. ചേട്ടാ സ്വാമി പറഞ്ഞായിരുന്നു കൊട്ടത്തേങ്ങ പറഞ്ഞിരിക്കും, അതുകൊണ്ട് ഇന്നുപോലെ ചേട്ടന്റെ വഴി എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു നടത്താം. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും വേണം. എന്നാൽ ഒന്നിനോടും ഒരൊട്ടലും ഉണ്ടാവാൻ പാടില്ല. രണ്ട് തരത്തിൽ അതിനെ എടുക്കാം. ഒന്ന്, ഈ ശരീരമാകുന്ന ചിരട്ടയ്ക്കുള്ളിൽ നിന്ന് അതിന്റെ കാമ്പാകുന്ന ജീവൻ ഏത് നിമിഷം പുറത്തു പോവേണ്ടി വന്നാലും ഒരു ദുഃഖവും ഉണ്ടാവാൻ പാടില്ല. രണ്ട്, ഗൃഹമാകുന്ന ചിരട്ടയ്ക്കുള്ളിൽ നിന്ന് എപ്പോ നമ്മളെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നാലും അല്ലെ എപ്പോ ഇറങ്ങിപ്പോവേണ്ടി വന്നാലും ഒരു ദുഃഖവും ഉണ്ടാവാതെ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം. ആ നിലയിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടായി ഈ കാണുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തരുന്നത്. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും എന്നെ തല്ലണ്ട അമ്മാവ, ഞാന് വലിയ പാടാ അല്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രീശ്വര ബ്രഹ്മർഷി പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കേട്ട് അതിൽ കൂടി ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വന്ന് വിവാഹമൊക്കെ കഴിച്ചു. അതില് കുട്ടികളൊക്കെ ഉണ്ടായി. അവരെ എല്ലാം വളർത്തി തന്റെ ധർമ്മമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും തപസ് ചെയ്ത് മുക്തി നേടി എന്നാണ് കഥ. അപ്പൊ നമ്മളോട് പറയുന്നത് ബന്ധം, നമുക്കെല്ലാം ഈ ഗൃഹസ്ഥാശ്രമം ദുഃഖമുണ്ടാക്കാനുള്ള കാരണം ഇതെല്ലാം ഞാനാണ് ചെയ്യണത്, എന്റേതാണെന്നുള്ള ഒരു ചിന്താധാര ഉള്ളില് ഉള്ളതുകൊണ്ട്. അപ്പൊ ആ ബോധത്തെ മാറ്റി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു പോകേണ്ട സമയമാകുമ്പോൾ ടാറ്റ പറഞ്ഞ് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്കും ഒന്നും ഒരു ബന്ധങ്ങളും ബന്ധനങ്ങളാവില്ല എന്ന് ജനക മഹാരാജാവിൽ കൂടി നമ്മെ പഠിപ്പിക്കണം. അപ്പൊ അത് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്കും എന്തുണ്ടാവും? സന്തോഷവും സമാധാനമൊക്കെ. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. ബാക്കി പിന്നെ നമുക്കിനി നോക്കാം. വൈകുന്നേരം ഇന്നലെ 5 മണിക്ക് എല്ലാരും കൂടെ വരാന്ന് പറഞ്ഞ് ഞാനാണ് ഇവിടെ കാത്തിരുന്നിട്ട് എവിടെ